കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി മലയാളിയായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് ഗംഗാവാലി നദിയിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ്. സോണാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നേവി തിരച്ചിൽ നടത്തും. 60 അടി താഴ്ചയിൽ മണ്ണ് മാന്താൻ ശേഷിയുള്ള ബൂം മെഷീൻ ഇന്ന് എത്തിച്ചേക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേരുന്ന ദിനമാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ പ്രത്യേകതകൾ? അജിംഷാദ്, ഇപ്പോൾ ഗംഗാവാലി നദിയിൽ ആർമിയും അതോടൊപ്പം തന്നെ നാവികസേനയും ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായിട്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗംഗാവാലി നദിയുടെ നേരെ മറുഭാഗത്താണ്, മറുകരയിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ബോട്ടിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളും നേവിയുടെ ഉദ്യോഗസ്ഥരും അതിലുണ്ട്. നദിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്ത് ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുന്നുണ്ട് സൈന്യം. അതേസമയം തന്നെ ഈ മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് പരമാവധി ക്ലിയർ ചെയ്യാനുള്ള, ദേശീയപാത ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. വലിയ പുരോഗതി ഇക്കാര്യത്തിലൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് രാവിലെ ഈ 60 ഫീറ്റ് ആഴത്തിൽ മണ്ണ് മാറ്റാൻ കഴിയുന്ന ബൂം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെയും വന്നിട്ടില്ല. അത് റോഡ് മാർഗം വരുന്ന വഴി തടസ്സങ്ങൾ നേരിടുന്നുണ്ട്, എത്താൻ വൈകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നദിയിലെ മണ്ണ് മാറ്റിയിട്ടുള്ള ഒരു പരിശോധന ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അവിടെയാണ് ഇനിയുള്ള പ്രതീക്ഷ. കാരണം ഇന്നലെ നാവികസേനയുടെ സോണാർ സിഗ്നൽ ഉൾപ്പെടെ ലഭിച്ചത് ഈ നദിയിൽ മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്താണ്. അത്തരത്തിൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിശോധനയിൽ നദിയുടെ ആഴങ്ങളിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്ന, അവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയപ്പോൾ കനമുള്ള വസ്തു വെള്ളത്തിനടിയിലുണ്ട് എന്നുള്ളത് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്, സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടക്കും. മണ്ണെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇതുവരെയും ഇന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഒന്നും കടന്നിട്ടില്ല. ഇപ്പോൾ ആകെ ഈ നദിയിൽ നടക്കുന്നത് ബോട്ടിൽ ഈ പറയുന്ന ദുരന്ത നിവാരണ സേനയുടെ സേനാംഗങ്ങൾ ബോട്ടിൽ നടത്തുന്ന തിരച്ചിലാണ്. അതോടൊപ്പം തന്നെ മറ്റ് മണ്ണ് മാന്തുന്ന തരത്തിലുള്ള തിരച്ചിലുകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാൽ ഇന്നെത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം ബാംഗ്ലൂർ, ഗോവ വഴി വൈകുന്നേരത്തോടു കൂടിയേ ഇവിടെ എത്തിച്ചേരൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ദൗത്യത്തിനൊപ്പം ചേരാനുള്ള സാധ്യതയില്ല. നാളെ രാവിലെ ദൗത്യത്തിനൊപ്പം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് വൈകാൻ കാരണമായി പറയുന്നത് അവരുടെ കയ്യിലുള്ള ഒരു സാങ്കേതിക ഉപകരണമുണ്ട്, ഡ്രോൺ സംവിധാനമുണ്ട്. വെള്ളത്തിനടിയുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ളതാണ്. അതിന് വിമാനത്തിൽ കൊണ്ടുവരാനുള്ള അനുമതി ഇന്നലെ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വൈകിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ 2 പ്രതീക്ഷകൾ ഇത് 2 തന്നെയും ആയിരുന്നു. ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നതും അതോടൊപ്പം തന്നെ ഈ 60 അടി താഴ്ചയിൽ മണ്ണ് മാന്താൻ ശേഷിയുള്ള ബൂം എത്തുന്നതും ായിരുന്നു ഇന്നത്തെ തിരച്ചിലുള്ള പ്രതീക്ഷ. എന്നാൽ അത് രണ്ടും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ നദിയിൽ ഇപ്പോൾ ബോട്ടിൽ നടത്തുന്ന തിരച്ചിൽ മാത്രമാണുള്ളത്. മറ്റൊരു അനുകൂല ഘടകം ഇന്ന് ഇതുവരെയും കാര്യമായ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് ഒരു അനുകൂല ഘടകമാണ്. ഇന്നലെ ഇടവിട്ട സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഇന്നലെ ഉണ്ടായിരുന്നു. ഈ മഴ പലപ്പോഴും ഇതിൻ്റെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്. എന്താണ് അതെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഉണ്ടായതുപോലെയുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും നദിയിൽ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നദിയിലെ മണ്ണ് മാറ്റുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു ജോലി കൂടിയാണ്. കാരണം ഗംഗാവാലി നദി ഏതാണ്ട് 200 മീറ്ററിലധികം വീതിയുള്ള അതിശക്തമായ അടിയൊഴുക്കുള്ള നദിയാണ് ഗംഗാവാലി നദി. അവിടെ നദിയുടെ മധ്യഭാഗത്തു വരെയും ഈ മണ്ണ് ഇടിഞ്ഞ് മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള മണ്ണ് മാറ്റുക എന്നുള്ളത്
ആയാസകരമായ ജോലിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹിറ്റാച്ചികൾക്കോ JCBകൾക്കോ അവിടെ എത്തി മണ്ണ് മാന്താൻ കഴിയില്ല. പിന്നീട് ഈ പറയുന്ന രീതിയിലുള്ള 60 ഫീറ്റിൽ മണ്ണ് വാരാൻ കഴിയുന്ന തരത്തിലുള്ള ബൂം ആണ് കുറച്ചെങ്കിലും ഭാഗത്ത് മണ്ണെടുക്കാൻ കഴിയുന്നത്. അത് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നീടുള്ളത് ഡ്രഡ്ജിംഗ് ആണ്. മധ്യഭാഗത്തുള്ള മണ്ണ് മാറ്റണമെങ്കിൽ അതിന് നിരവധി സാങ്കേതിക തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അനുമതികൾ, റെയിൽവേയിൽ നിന്നുൾപ്പെടെയുള്ള അനുമതികൾ ലഭിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഈ മണ്ണ് കിടക്കുന്നതിന് താഴെ തന്നെ റെയിൽവേയുടെ പാലമുണ്ട്, ട്രെയിൻ പോകുന്ന പാലമാണ്. അതുകൊണ്ട് അതിന് അപകടമുണ്ടാക്കാത്ത വിധത്തിലൊക്കെ മാത്രമേ ഡ്രഡ്ജിംഗ് സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല പില്ലാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഈ മധ്യഭാഗത്തെ മണ്ണ് നീക്കുക എന്നുള്ളത് പ്രയാസകരമാണ്, ദുഷ്കരമാണ്. ഏതായാലും സിഗ്നൽ ലഭിച്ചത് ഈ മധ്യഭാഗത്തല്ല, അല്പം മാറി കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്താണ് സിഗ്നൽ ലഭിച്ചത്. അവിടെയുള്ള മണ്ണ് ഒരുപക്ഷെ ഈ ബൂം എത്തിക്കഴിഞ്ഞാൽ മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലാണ് ഇനി ഇന്നത്തെ തിരച്ചിലുള്ള പ്രതീക്ഷ. ഏതായാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗംഗാവാലി നദി ഈ സൈന്യത്തിന് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കുന്ന ആഴത്തിൽ പോകുന്ന എത്രയോ മീറ്ററുകൾ ആഴത്തിൽ വളരെ സമഗ്രമായി റേഡിയോ ഫ്രീക്വൻസിയുള്ള മെഷീനുകൾ അടക്കമാണ് ഈ ഇന്ദ്രപാലിനൊപ്പം എത്തിക്കുക എന്നൊക്കെയാണ് ഇന്നലെയും ഇന്നുമൊക്കെ കേട്ടിരുന്നത്. ആ മെഷീനറിയൊക്കെ എത്തേണ്ടതില്ലേ? അതെത്താതെ ഈ തെരച്ചിൽ ഇന്നത്തത് മാനുവലായി നടത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് നദിയിലായതിനാൽ. അതെ, തീർച്ചയായും അജിംഷാദ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇതിപ്പോൾ വലിയ പുരോഗതി ലഭിക്കുന്ന തിരച്ചിലൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ബോട്ടിലൂടെയുള്ള തിരച്ചിൽ മാത്രമാണ്. മണ്ണ് മാറ്റിയുള്ള തിരച്ചിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് തിരച്ചിലുകളൊന്നും തന്നെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടില്ല. അവരുടെ കയ്യിൽ ചില സംവിധാനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവരിന്ന് വൈകുന്നേരത്തോടു കൂടി ആ സംഘം എത്തും. നാളെ മാത്രം ദൗത്യത്തിനൊപ്പം ചേരും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ഈ പറയുന്ന രീതിയിലെ ബൂമും ഇതുവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത് വൈകുന്നേരത്തോടു കൂടി, അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റോഡ് മാർഗം ഈ ബൂം എത്തിക്കുമെന്നും ഇന്ന് രാവിലെ തിരച്ചിലിന് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പങ്കുവച്ചത്. എന്നാൽ ആ ഒരു സംവിധാനവും ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ മന്ദഗതിയിലാണ് ഈ ഒരു തിരച്ചിലെല്ലാം പുരോഗമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. 2-3 JCBകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ റോഡ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നദിയോട് ചേർന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണ ഭാഗത്ത് നിന്നുള്ള മണ്ണ് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ പ്രധാന ജോലികൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നദി കേന്ദ്രീകരിച്ച് വളരെ കാര്യക്ഷമമായ മാറ്റിക്കൊണ്ടുള്ള പരിശോധനയൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം ഈ സിഗ്നൽ ലഭിച്ചതിൻ്റെ, സോണാർ സിഗ്നൽ ലഭിച്ചതിൻ്റെ പ്രതീക്ഷ നമുക്ക് ഉണ്ട്. ഇന്നലെ അത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചതിൻ്റെ പ്രതീക്ഷയുണ്ട്. അവിടെ മണ്ണ് മാന്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് അജിംഷാദ്. എന്നാൽ ഈ സംവിധാനങ്ങൾ ഇതുവരെയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ബൂം അല്പസമയത്തിനകം എത്തും. റോഡിൽ തടസ്സമുണ്ട് എന്നാണ് MLA അറിയിച്ചിട്ടുള്ളത്. അത് എത്തിക്കഴിഞ്ഞാലായിരിക്കും എന്തെങ്കിലും തിരച്ചിലിന് ഇനി. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഇന്നലെയൊക്കെ സ്ഥിരീകരിച്ചതാണ്. എങ്കിൽ കൂടിയും ഈ കരയിൽ ഇനിയിപ്പോൾ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചല്ലോ അല്ലേ? കരയിൽ റോഡ് ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ഇനി തിരച്ചിലില്ലല്ലോ അല്ലേ പൂർണ്ണമായും? തീർച്ചയായും ആ ഭാഗത്ത് ഇനി മണ്ണ് മാറ്റാനില്ല. നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. വേണമെങ്കിൽ ക്യാമറ ഒന്നുകൂടി സൂം ചെയ്ത് ആ റോഡ് സൈഡിലുള്ള പരമാവധി ദൃശ്യങ്ങൾ നൽകാൻ ശ്രമിക്കാം. റോഡിൻ്റെ ആ ഭാഗത്ത് മണ്ണ് മാറ്റുന്ന പ്രവൃത്തി മിനിഞ്ഞാന്ന് വൈകുന്നേരം തന്നെ പൂർത്തിയായതാണ്. ഇന്നലെ റോഡിൻ്റെ ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. റോഡിൻ്റെ, അതായത് മണ്ണിടിഞ്ഞ ഭാഗം ക്ലിയർ ആണ്. പരമാവധി ഉള്ളിലേക്ക് തന്നെ മണ്ണ് വീണ് കിടക്കുന്ന മണ്ണെല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ ആ മലയുടെ ബാക്കിയുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ ആ ഭാഗത്തിന് നേരെ മറുഭാഗത്ത്, അതായത് മണ്ണിടിഞ്ഞ സ്ഥലം, അത് റോഡും കഴിഞ്ഞ് നേരെ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, പുഴയുടെയും നദിയുടെയും ഈ റോഡിൻ്റെയും ഇടയിലുള്ള ഭാഗം, ആ ഭാഗത്ത് മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ആ പരിശോധന പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അവിടെ സൈന്യം ഇന്ന് രാവിലെയും റഡാർ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ പരിശോധന നടത്തുന്നത് കണ്ടിരുന്നു. അവിടെ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് ഇപ്പോഴും മാറ്റുന്ന പ്രവൃത്തികളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നദിയിലെ തിരച്ചിലും. നദിയിലെ തിരച്ചിലാണ് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം പറയുന്നതും ഈ നദിയിൽ തന്നെയാണ് എന്തെങ്കിലും സാധ്യതയുള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു
ഇന്നലെ വിദഗ്ധരെല്ലാം പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഈ മണ്ണ് വീണ സ്ഥലത്ത് നിന്നും 100 മീറ്റർ അകത്തേക്ക് ഇപ്പോൾ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ആ ഭാഗത്ത് എവിടെയെങ്കിലും പകുതി നദിയുടെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപുള്ള പ്രദേശത്ത് എവിടെയെങ്കിലും സാന്നിധ്യം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ശരിവെക്കും വിധമാണ് ആ ഭാഗത്ത് നിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ ഭാഗത്ത് മണ്ണ് മാറ്റി പരിശോധിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഇനി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ ഏതാണ് ബഹുനില കെട്ടിടത്തിൻ്റെ ഉയർച്ചയിലാണ് മണ്ണ് വെള്ളവുമായി ഇടിഞ്ഞു താണത്. അതാണ് റോഡിലേക്ക് വീണത്. ആ ഘട്ടത്തിലായിരുന്നു അർജുൻ്റെ വാഹനം അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി അടക്കം അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അതിന് മുകളിലേക്കാണ് മണ്ണ് വീണതെന്നാണ് പുറത്തെ ദൃക്സാക്ഷികളുടെ കാഴ്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതാണ് മണ്ണിലേക്കുള്ള തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ കാരണമാകുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന എത്തുമ്പോൾ മണ്ണ് മാറ്റുമ്പോൾ ആ മണ്ണിനോടൊപ്പം വെള്ളവും മണ്ണുമായി വരുന്ന ഘട്ടത്തിൽ അത് ലോറിയെയും കൊണ്ട് തൊട്ടപ്പുറത്തുള്ള പുഴയിലേക്ക് പോയി ആ മൺതിട്ടയിൽ ഉണ്ടാകാം. കാരണം അത്രയേറെ വലിയൊരു മണ്ണ് വീഴ്ചയും ശക്തിയും ആഘാതവുമാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ ശാസ്ത്രീയമായി ബോധ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നദിയിൽ വന്ന് അടിഞ്ഞ മൺതിട്ടകളിൽ പരിശോധന നടത്തുന്നതെന്നുള്ളതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്ന ഒരു വേളയിൽ പക്ഷേ ഇപ്പോഴും അധികൃതരുടെ അനാസ്ഥ ഇവിടെ വെളിവാകുന്നത് ഈ മെഷീനറി അടക്കം കൊണ്ടുവരുന്നതിന് ദ്രുതവേഗത്തിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെ തന്നെയാണല്ലോ ദ്രുതവേഗത്തിൽ അതിനുള്ള അനുമതികൾ നൽകുന്നതിലുള്ള അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കർണാടക സർക്കാരിൻ്റെ ആയാലും അല്ലേ? തീർച്ചയായും അത് നമ്മൾ ഇവിടെയുള്ള നമുക്ക് മാധ്യമങ്ങൾക്കെല്ലാം പ്രധാനമായും വിവരങ്ങൾ തരുന്നത് കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സെയിലാണ്. അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥരുമെല്ലാമായി ചർച്ചകൾ നടത്തിയതിന് ശേഷം വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്. MLA പറഞ്ഞതും ഈ ബൂം ഇന്നലെ തന്നെ റോഡ് മാർഗം വരാൻ ആരംഭിച്ചിട്ടുണ്ട്, രാത്രിയോടുകൂടി എത്തുമെന്നായിരുന്നു. അത് വലിയ ഒരു യന്ത്രമായതുകൊണ്ട് തന്നെ റോഡിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും പോലീസിൻ്റെ എസ്കോർട്ട് കൂടി ഇത് കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ഗതാഗത ഈ കൊണ്ടുവരുന്ന റോഡ് മാർഗം തന്നെ തടസ്സം നേരിട്ടത് കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു മണ്ണിടിച്ചിലാണിത്. നമുക്ക് അവിടെ പലപ്പോഴും ഇത് നേരിട്ട് കാണാതെ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധമുള്ള വലിയൊരു കുന്ന് ഒന്നടങ്കം ഇടിഞ്ഞു വീണ് പുഴയിലേക്ക് വീണതാണ്. അതിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ ഒരു ദൃശ്യം കൂടി കാട്ടിത്തരാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ പുഴയുടെ മറുഭാഗത്താണ്. അതായത് ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണ് മണ്ണും വെള്ളവും എല്ലാം കൂടി മറുകരയിലേക്ക് ഇടിച്ചു കയറി. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് മറുഭാഗത്താണ്. ഇവിടെ ഒരു വീടുണ്ട്. അതായത് ആ വീട് പൂർണ്ണമായും തന്നെ ഇതിൻ്റെ ഈ ഒരു ശക്തിയിൽ തകർന്നു പോയിരുന്നു. വീടിൻ്റെ തറഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റൊരു വീട് പൂർണ്ണമായും തന്നെ തറ പോലും ഇല്ലാതെ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അത്രയും വലിയ ആഘാതമാണ് ആ സമയത്ത് ഉണ്ടായത്. ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തുകയും ഇവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തത്. അതായത് ഈ നദിയിൽ നിന്നും മാറി ഒരു നദി അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നും മാറി ഏതാണ്ട് ഒരു 40 മീറ്ററോളം 10-30 മീറ്ററോളം മാറിയാണ് ഈ വീട് നിൽക്കുന്നത്. ആ വീടാണ് ഈ വെള്ളവും മണ്ണും വീണ ഇതിൻ്റെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നു പോയത്. 7ഓളം വീടുകൾ ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് മണ്ണ് വീണ ഭാഗത്തിൻ്റെ നേരെ മറുകരയിലുള്ള ഈ സ്ഥലത്ത് തകർന്നു പോയിട്ടുണ്ട്. വലിയ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അത്രയും ശക്തമായ ഒരു മണ്ണിടിച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ മണ്ണ് നദിയിലുണ്ട്. ഏതാണ്ട് 25 അടിയോളം വരുന്ന വെള്ളം അത് കവർ ചെയ്താണ് ഈ മൺതിട്ട ഇപ്പോൾ മുകളിൽ ഉയർന്നു നിൽക്കുന്നത്. അത് അത്രയും പാറയും മണ്ണുമെല്ലാം കൂടി ചേർന്നാണ് ഈ നദിയുടെ മധ്യഭാഗത്തായി ഒരു മൺതിട്ട രൂപപ്പെട്ടിട്ടുള്ളത്. ആ മണ്ണിനടിയിൽ ആ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിലാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാകേണ്ടത്. ആ വലിയ മൺതിട്ടയ്ക്ക് തൊട്ടപ്പുറത്ത് കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. അവിടെ മണ്ണുമാന്തിയുള്ള പരിശോധനയിലാണ് ഇനി പ്രതീക്ഷ. അതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിയേ മതിയാവും. നേരത്തെ ലഭിച്ച സിഗ്നൽ എന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞിരുന്നത്, അതായത് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നത് ഈ സിഗ്നൽ ലഭിച്ചത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന നദിയിൽ അടിഞ്ഞുകൂടിയ ഈ മൺതിട്ടയിൽ നിന്നാണ് അല്ലേ സന്തോഷ്? ക്യാമറ അവിടേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ.
ആ മൺതിട്ടയുടെ ആ ദൃശ്യങ്ങളാണ് അത് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞു വീണിട്ടുള്ള റോഡിൻ്റെ അവിടെ നിന്നും ഈ നദിയുടെ മധ്യഭാഗം വരെ ഏതാണ്ട് ഈ മൺതിട്ട വന്നിട്ടുണ്ട്. അതിനിടയിലെല്ലാം മണ്ണാണ്. അതായത് ഈ റോഡിൻ്റെ മണ്ണിടിഞ്ഞ ഭാഗം മുതൽ നദിയുടെ മധ്യഭാഗം വരെയുള്ള സ്ഥലത്തെല്ലാം മണ്ണ് അടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ മധ്യഭാഗത്ത് കാണുന്ന ഉയർന്നു നിൽക്കുന്ന മൺകൂനയിലല്ല സിഗ്നൽ ലഭിച്ചത്. അതിനപ്പുറത്തേക്ക് മാറി മറ്റൊരു സ്ഥലത്താണ്. അതായത് ഈ ഉയർച്ചയുള്ള സ്ഥലത്തല്ല, റോഡിനോട് ചേർന്ന് ഒരു 50 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ് സിഗ്നൽ ലഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെയുള്ള മണ്ണ് മാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും MLA മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ച് സ്ഥലത്താണ് അല്ലേ പുഴക്കര എന്ന് പറയാവുന്ന സ്ഥലം. തീർച്ചയായും തീരത്തല്ല, പക്ഷേ പുഴയിൽ തന്നെയാണ് മണ്ണ് വീണ് തീരത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ണ് വീണ് കിടക്കുന്ന സ്ഥലത്താണ് അങ്ങനെയുള്ള സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. 2 സിഗ്നലുകൾ, സോണാർ സിഗ്നലും അതോടൊപ്പം തന്നെ ഈ റഡാറിൻ്റെ സിഗ്നലും ആ ഭാഗത്ത് തന്നെയാണ് ഏകദേശം ലഭിച്ചത്. ഏതായാലും MLA രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അല്പസമയം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് ബൂം വന്നുകൊണ്ടിരിക്കുന്നു, 1 മണിക്കൂറിനകം തന്നെ ഇവിടെ എത്തിച്ചേരും, മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അജിംഷാദ്.